ഇതെന്റെ ഭർത്താവ് കേട്ടോ. അതെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതെങ്ങും വെളിപ്പെടുത്തരുതെന്ന്. അതെ, എനിക്ക് കുറച്ചില്ല. എന്തിനാണ് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്? ഇക്ക എന്നെ കല്യാണം കഴിച്ച എങ്ങനെയാണെന്നറിയോ? പ്രൊഫൈൽ പിക്ചർ ഇക്കയുടെ ഫോട്ടോ ആയിരുന്നേ. വാട്സപ്പില് ഫേസ്ബുക്കില്. എന്നിട്ട് ഞാൻ വിചാരിച്ച ഇക്കയാന്ന് പറഞ്ഞോണ്ട് ഞാൻ ഈ മെസ്സേജ് ഒക്കെ അയച്ചത്. എന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞ ദിലീപേട്ടൻ കല്യാണത്തിനൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടാ മെസ്സേജ് അയച്ചത്. പക്ഷെ പുള്ളി കല്യാണം കഴിച്ചപ്പോ എന്തുവാ ഈ പുള്ളിക്കാരൻ പിന്നെ പാട്ടൊക്കെ പാടുന്ന ആളായോണ്ട് ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത്. പക്ഷെ ഫസ്റ്റ് നൈറ്റ് പുള്ളി ഒരു പാട്ട് പാടി. അന്ന് ഇറങ്ങിപ്പോയതാ ഞങ്ങളുടെ വീട്ടിലെ ജോണി. അമ്മായിപ്പന അല്ല, ഞങ്ങളുടെ വീട്ടിലെ പട്ടിയാ. അതെന്റെ പാട്ട് കേട്ടിട്ടല്ല. ഒരാഴ്ച ഞാൻ അവിടെ പോയി താമസിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യം പിടികിട്ടിയത്. പട്ടിയാണേലും പട്ടിണി കിടക്കുന്ന ഒരു പരിധിയില്ലേ? പിന്നെ അല്ലാതെ എന്റെ പാട്ട് കേട്ടിട്ടാണെന്നാണോ വിചാരിച്ചത്? പട്ടിണി കിടന്ന് ഊപ്പാട് തീർന്നിട്ട് ആ പട്ടി പോയാണ്. നിങ്ങൾ അതൊക്കെ പോട്ടെ. ഈ നിങ്ങളുടെ ബാൻഡ് ഫസ്റ്റ് ഞാനൊരു സാധനം കേട്ടു, ലൈവായിട്ടൊരു സോങ് കൂടി പാടാമോ? പിന്നെന്താ? പിന്നെ അതിനാണല്ലോ ഞങ്ങൾ വന്നേക്കുന്നത്. മറ്റേ സാധനം അടികളെ ഏതാ? മറ്റേ നമ്മുടെ ജിമിക്ക് നമ്മ വേഷം ഇട്ടിട്ടില്ലേ, അത് കൊടുക്കാം. കുഞ്ഞമ്മയുടെ ജിമിക്ക് കമ്മൽ എന്തപ്പൻ കട്ടുകൊണ്ട് പോയി. എന്തപ്പന്റെ ബ്രാൻഡി കുപ്പി കുഞ്ഞമ്മ കുടിച്ചിട്ടേ. കുഞ്ഞമ്മയുടെ ജിമിക്ക് കമ്മൽ എന്തപ്പൻ കട്ടുകൊണ്ട് പോയി. കുഞ്ഞമ്മയുടെ ബ്രാൻഡി കുപ്പി എന്തപ്പൻ കുടിച്ചിട്ടേ. ഓ, ഇത് പൊട്ട തെറ്റാണല്ലോ പാടുന്നത്. എന്താണ്? കുഞ്ഞമ്മയുടെ ജിമിക്ക് കമ്മലല്ല, എന്റെ അമ്മയുടെ ജിമിക്ക് കമ്മൽ. എന്റെ അമ്മയെ വന്നൊന്ന് കാണണം. എന്റെ അമ്മയ്ക്ക് ജിമിക്ക് കമ്മൽ പോയിട്ട് ഒരു പൊട്ട് കമ്മൽ പോലും ഇല്ല. അതേസമയം എന്റെ കുഞ്ഞമ്മയ്ക്കുണ്ട്. ചിറ്റപ്പൻ ഗൾഫിലാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പാടിയത്. ഞാൻ സത്യസന്ധമായി ജീവിക്കുന്ന ഒരാളാണ്. ഈ കുഞ്ഞമ്മയുടെ ജിമിക്ക് കമ്മൽ അടിച്ചുകൊണ്ട് പോയിട്ടാണോ പരിപാടികള്? അതെ. അത് ശരി. ലൈഫ് ലൈഫ് ഇട്ട് പാടുന്ന ആളാണ്.